ജൂലൈ 1 ചൊവ്വാഴ്ച. മത്തായി 8:23 മുതൽ 27 വരെ വാക്യങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ ജുവനേറ്റ്സിൻ്റെ ഡയറക്ടറായിരുന്നു. ആലുവായ്ക്കടുത്തുള്ള ചൊവ്വരയിലെ പെരിയാർ നദിക്കരയിലുള്ള ഒരു ഹൗസിലായിരുന്നു അത്. ഒരു ദിവസം ചില സന്ദർശകർ വന്നു. വിദേശത്ത് നിന്ന് വന്ന ചില സിസ്റ്റേഴ്സ്. രാത്രിയിൽ ഞങ്ങൾ അവർക്ക് ആ നദിയുടെ നടുക്കുണ്ടായിരുന്നൊരു ചെറിയ ദ്വീപിൽ അത്താഴം ഒരുക്കി. അതിനുശേഷം ഞാൻ അവരെ ഒരു നാടൻ വള്ളത്തിൽ നദിക്കക്കരെയുള്ള അവരുടെ കോൺവെൻറ്റിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഞങ്ങൾ നദിയുടെ നടുവിലെത്തിയപ്പോൾ പെട്ടെന്ന് ഒരു സഹോദരൻ എഴുന്നേറ്റു. ബോട്ട് ചരിഞ്ഞു. ഞാൻ ഉച്ചത്തിൽ പറഞ്ഞ്, അവിടെ ഇരിക്കുക. ദൈവത്തിന് നന്ദി, ഞങ്ങൾ സുരക്ഷിതമായി കരയിലെത്തി. ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ദിവസം ഞാൻ എത്ര വലിയൊരു റിസ്ക്കാണ് എടുത്തതെന്ന് സങ്കല്പിക്കാൻ കഴിയില്ല. ഒരു കൂട്ടം സിസ്റ്റേഴ്സിനെയും ബ്രദേഴ്സിനെയും കൊണ്ട് ഒരു സാധാരണ വള്ളത്തിൽ രാത്രിയിൽ ആ പെരിയാർ നദിയിലൂടെ കൊണ്ടുപോവുക. അന്ന് ആ വള്ളം മുങ്ങുകയായിരുന്നെങ്കിൽ ആരും ഞങ്ങൾ കാണില്ലായിരുന്നു, എല്ലാവരും മുങ്ങി മരിക്കുമായിരുന്നു. അതോർക്കുമ്പോൾ ഇപ്പോഴും നടുക്കമാണ്. ഇന്നത്തെ സുവിശേഷം പരിചിതമായൊരു കഥയാണ്, കടലിലെ കൊടുങ്കാറ്റിൻ്റെ കഥ. ശിഷ്യന്മാർ ഗലീലി തടാകത്തിൽ കടലിൽ മത്സ്യബന്ധനം നടത്തുകയായിരുന്നു. പെട്ടെന്നൊരു ശക്തമായ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. അവർ ഭയന്നു വിറച്ചു. ശിഷ്യന്മാരിൽ പലരും പരിചയസമ്പന്നരായ മത്സ്യത്തൊഴിലാളികളായിരുന്നിട്ടും അവർ ഭയന്നു വിറച്ചു. കൊടുങ്കാറ്റ് അതിശക്തമായിരുന്നു. തിരമാലകൾ അവരുടെ വള്ളത്തെ മുക്കിക്കളയാൻ തുടങ്ങി. അപ്പോഴും അവിശ്വസനീയമെന്ന് പറയട്ടെ, യേശു വള്ളത്തിൽ ഗാഢനിദ്രയിലായിരുന്നു. ഒടുവിൽ ശിഷ്യന്മാർ യേശുവിനെ ഉണർത്തി തങ്ങളെ രക്ഷിക്കാൻ അവനോട് അപേക്ഷിച്ചു. യേശു അവരെ ശാസിച്ചു. പിന്നെ ചോദിച്ചു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനാണ് ഇത്ര ഭയന്നത്? പിന്നെ യേശു എഴുന്നേറ്റ് നിന്ന് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. ഉടനെ അവിടെ ശാന്തത കൈവന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ അത്യധികം അത്ഭുതപ്പെട്ടു. അവർ പരസ്പരം നോക്കി ചോദിച്ചു, കാറ്റും തിരമാലകളും അനുസരിക്കുന്ന ഈ മനുഷ്യൻ ആരാണ്? നമ്മുടെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിലും ആലങ്കാരികമായും നമുക്ക് ധാരാളം കൊടുങ്കാറ്റുകളെ നേരിടേണ്ടി വരാറുണ്ട്. ചിലപ്പോൾ അവ നമ്മുടെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യും. കർത്താവേ, ഞങ്ങളുടെ കാര്യത്തിൽ നിനക്ക് ശ്രദ്ധയില്ലേ എന്ന് നിലവിളിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യും. മറ്റു ചില നിമിഷങ്ങളിൽ നമുക്ക് നിരാശ തോന്നുകയും ദൈവം ഉറങ്ങുകയാണോ, നമ്മെ കൈവിട്ടു എന്നോ ഒക്കെ ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്യും. എന്നാൽ ആ പരീക്ഷണ നിമിഷങ്ങളിൽ യേശു നമ്മുടെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കാൻ വരുന്നുണ്ട് എന്ന് വിശ്വസിക്കുക. എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് അവൻ ചോദിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, യേശു നമുക്ക് നൽകുന്ന വലിയ സമ്മാനങ്ങളാണ് സ്നേഹം, ശാന്തത, സമാധാനം. ഈ അത്ഭുതകരമായ സമ്മാനങ്ങൾ സ്വീകരിക്കാൻ ഇന്ന് നമ്മുടെ മനസ്സും ഹൃദയവും ബോധപൂർവം തുറക്കുക. അത് നിങ്ങളുടെ ദിവസത്തെ മാത്രമല്ല, നിങ്ങളെ തന്നെ മാറ്റും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ from Kerala.